അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹം ഉൾപ്പെടെ ഗൗരവമായി നടത്തിയ ചില നിരീക്ഷണങ്ങൾക്ക് പാർട്ടിയുടെ സിസ്റ്റത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനം എന്നുള്ളതൊക്കെ ഞാനത് ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു കാര്യം ഇവിടെ പലരും പറഞ്ഞത്, അദ്ദേഹം ബി.ജെ.പിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെ ഇപ്പോൾ ബൂത്ത് പ്രസിഡന്റോ മണ്ഡലം പ്രസിഡന്റോ ജില്ലാ പ്രസിഡന്റോ ഒക്കെ ആയിട്ട് വന്ന ആളല്ല എന്നുള്ളത് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴേക്കും അതും കൂടെ ആകണമായിരുന്നല്ലോ എന്നവരൊക്കെ തന്നെ പറഞ്ഞു. ഞാനതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെയല്ല. നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം അങ്ങനെ പ്രവർത്തിച്ച് കേന്ദ്രമന്ത്രിയാവുകയോ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റായ വ്യക്തിയല്ല. പക്ഷേ അങ്ങനെ പ്രവർത്തിച്ച് വന്നവരാണല്ലോ ഈ ഇരിക്കുന്ന എല്ലാവരും. അദ്ദേഹത്തോടൊപ്പമുള്ള തൊട്ട് മുമ്പ് സ്ഥാനം ഒഴിഞ്ഞ കെ സുരേന്ദ്രൻ മുതൽ അതിനു മുമ്പുള്ള കുമ്മനം രാജേട്ടനായാലും ഇപ്പോൾ വി മുരളീധരനായാലും കൃഷ്ണദാസ്ജി ആയാലും പിന്നെ ഒപ്പമുള്ള ശോഭാ സുരേന്ദ്രൻ, എം ടി രമേശ്, ഇപ്പോൾ ജില്ലാ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ച യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ച ഞാൻ ഉൾപ്പെടെ ഞങ്ങളെപ്പോലെ ആയിരക്കണക്കിന് പ്രവർത്തകർ, ഈ പാർട്ടി ഒന്നുമില്ലായ്മയിൽ പടുത്തുയർത്തിയവർ കേരളത്തിലുണ്ടല്ലോ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ ലീഡർഷിപ്പിൽ നിന്നും പാർട്ടിയെ നയിക്കുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെയാണ്. ഈ കാര്യങ്ങളിലെല്ലാം ഞങ്ങളെ നയിക്കുന്നത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം നേരത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ ജനറൽ സെക്രട്ടറിയോ ഒന്നും ആയിട്ടില്ല എങ്കിൽ ഇതൊരു സിസ്റ്റമല്ലേ. ആ സിസ്റ്റത്തിൽ ഈ കാലഘട്ടത്തിൽ ഇനി രാജീവ് ചന്ദ്രശേഖറിന് സമൂഹത്തിൽ അദ്ദേഹത്തിന് പൊതുരംഗത്ത് നിൽക്കുന്നതിൽ അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അദ്ദേഹത്തിന് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വേറൊന്ന്, സംഘടനാ സിസ്റ്റം ഞങ്ങൾക്കുണ്ട്. ബി.ജെ.പിക്ക് സംഘടനാ സിസ്റ്റം കേരളത്തിലെന്ന് ആർക്കും പറയാൻ സാധിക്കില്ലല്ലോ. ഇനി രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ 10, 20, 30, 40 വർഷമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ച മേഖലകൾ, ഇപ്പോൾ ഞാൻ ഒറ്റ ഉദാഹരണം പറയണം. അതായത് മൊബൈൽ ഫോൺ വിപ്ലവം അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹം ആ ടെക്നോളജി ആദ്യം പരീക്ഷിച്ചത് കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർക്ക്. ആദ്യം ഇവിടെ തിരുവനന്തപുരത്ത് ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഉൾക്കടലിൽ ചെന്നിട്ട് റേഞ്ച് കിട്ടുമെന്നാണ് നോക്കിയത്. അത് ഏറ്റവും കൂടുതൽ വാജ്പേയി ഗവൺമെൻറ്റൊക്കെ സമയത്ത് പ്രയോജനപ്പെട്ടിട്ടുള്ള സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളായിരിക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളെ QR കോഡ് നരേന്ദ്രമോദി ഗവൺമെൻറ് ഓൺലൈൻ ട്രാൻസാക്ഷനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴേക്കും അതിലേറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ. ഇപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴേക്കും മനസ്സിലാക്കുന്നത്, ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റുമായി അവരുടെ IT നയം ചർച്ച ചെയ്യുന്ന ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം നാളെ പങ്കെടുക്കേണ്ടതായിരുന്നു. ഇപ്പോൾ പാർട്ടി പ്രസിഡന്റ് ആവാനുള്ള ആലോചന ഉള്ളതുകൊണ്ട് PMOയിൽ നിന്ന് തിരിച്ചു വിളിച്ചതാണ്. അപ്പോൾ മറ്റൊരു രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്തിൻ്റെ IT നയം ഉൾപ്പെടെ ഡിസ്കസ് ചെയ്യാനുള്ള പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ ആ ശേഷി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനുള്ള ആ കഴിവുകൾ ഞങ്ങളുടെ സംഘടനാ സിസ്റ്റവുമായി ക്ലബ്ബ് ചെയ്ത് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ കേരളം ആഗ്രഹിക്കുന്ന ഒരു ലീഡർഷിപ്പാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ അഭിമാനബോധമാണുള്ളത്. ഇനി അല്ല ശരിയെന്ന് പറഞ്ഞാൽ 3 പേര് പറഞ്ഞിട്ട് ഞാൻ പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒന്നിൻ്റെ കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് എനിക്ക് കുറച്ച് സമയം, കാരണം ഞങ്ങളുടെ അധ്യക്ഷനാവുന്ന ആളിനെ കുറിച്ച് ആദ്യം തന്നെ ഇപ്പോൾ രാജു പി നായർക്ക് ഇങ്ങനെ വിലയിരുത്തി. രാജു പി നായർ, ബഹുമാനപ്പെട്ട അങ്ങയോട് ഞാൻ കാര്യം പറയുന്നു. ഇപ്പം നിങ്ങൾക്കൊക്കെ ഉറക്കമില്ലാത്ത പിണറായി വിജയൻ മൂന്നാമതും വരുമോ എന്നുള്ളതാണ്. മൂന്നാമത് പിണറായി വിജയൻ വരാൻ വേണ്ടി VD സതീശൻ തന്നെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പരമാവധി സഹായിക്കുന്നുണ്ട്. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പുട്ടിന് പീരയിടുന്ന പോലെ ശശി തരൂർ സഹായിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഒരു 5-8 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരുണ്ട്. അവരൊക്കെ കൂടെ സഹായം കൈ അയച്ച് നൽകുന്നതിൽ നിന്നുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം 3ാം ഭരണം എന്നുള്ള കാര്യം ചർച്ച ചെയ്തത്. രാജീവ് ചന്ദ്രശേഖർ ഇന്നല്ലേ പ്രസിഡന്റ് ആയുള്ളൂ. 5 വർഷം മുമ്പ് VD സതീശൻ തുടങ്ങി പണി. പിണറായി വിജയനെ വീണ്ടും അധികാരത്തിൽ വരെ ഞങ്ങളതിനെ തടയാനാണ് ശ്രമിക്കുന്നത്, ഞങ്ങളതിനെ പരാജയപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് UDF സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ വന്നപ്പോൾ ശശി തരൂരും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? അദ്ദേഹം പെർഫോം ചെയ്തില്ല. ഒടുവിൽ 22,000, 23,000 വോട്ടിന് അദ്ദേഹം ലീഡ് ചെയ്തു. ശക്തമായ വിഘടന വർഗീയവാദം കടലോര മേഖലയിൽ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ ഇളക്കി വിട്ടിട്ടാണ് ശശി തരൂരിന് ചെറിയൊരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ, പിന്നെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ പറഞ്ഞു, എനിക്കതിൽ ക്ലാരിഫൈ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം എന്താണ്, കൊടും വിഷം. അതിലാണ് രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിയുടെ കീ പോസ്റ്റിൽ വന്നപ്പോഴേക്കും കേരളത്തിൽ ഉണ്ടായിട്ടുള്ള, കേരളത്തിലെ മിഡിൽ ക്ലാസ്, അതോടൊപ്പം തന്നെ എഡ്യൂക്കേറ്റഡ് ക്ലാസ്, പിന്നെ സാധാരണക്കാരായ അടിസ്ഥാന ജനവിഭാഗങ്ങൾ, അദ്ദേഹം കൊണ്ടുവന്ന ടെക്നോളജി ജീവിതത്തിൽ പ്രയോജനപ്പെട്ട ജനങ്ങൾ, അഴിമതിക്കെതിരായി പോരാടാൻ ആഗ്രഹിക്കുന്നവർ, വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, അവരുടെ ഇടയിലുണ്ടായ തിരയിളക്കം മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിൽ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയാണ്. ആ തിരയിളക്കം മനസ്സിലാക്കിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിനെ കൃത്യമായിട്ട് ഒരു ഭാഗത്തിൻ്റെ ആളാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു പരിശ്രമം, പഴയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കൊണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ BJP അധ്യക്ഷനായതിൻ്റെ CPM-നുള്ള അപകടം ഏറ്റവും ആദ്യം മനസ്സിലാക്കിയിരിക്കുന്നത് കേരള മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം കൂട്ടുന്നത്. ശരി.